അയ്യോ, മണി ഇപ്പോൾ ഏകദേശം 10:30 മണിയായി. ഞങ്ങളങ്ങനെ തിരുവല്ല ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഞങ്ങളകത്ത് കയറി ഒന്ന് തൊഴുതിട്ട് പറ്റുമെങ്കിൽ നമുക്ക് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ക്ഷേത്രത്തിന് വെളിയിലുള്ളൊരു കൊടിമരമാണ്. എന്താണോ എന്തോ 2 കൊടിമരമാണ് അല്ലേ? ആ, ഇതാണ് ക്ഷേത്രക്കുളം. നല്ല പച്ച നിറം അല്ലേ? ഇതിലെന്തെങ്കിലും ഇത് പണ്ട് ഇങ്ങനെയാണോ പച്ച നിറം? ആ, മീൻ ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഹായ്, അടിപൊളി. ഇത് നല്ല ശുദ്ധ ജലവാ, നല്ല വെള്ളവാ. പായലുള്ളതുകൊണ്ടാ പച്ചിച്ചിരിക്കുന്നത്. അപ്പുറത്ത് ഈ അതുകൊണ്ടോടി അത് വേണ്ട, അത് മേശാന്തിക്കൊക്കെ മാത്രം കുളിക്കാനുള്ള വെള്ളം. അവർക്ക് സെപ്പറേറ്റ്. ഒന്നിറങ്ങി കാലിടുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, സൗകര്യമിറങ്ങി ദൂരെ ഇറങ്ങടി. ആ, ഈ പടവഴി അങ്ങോട്ട് ഇറങ്ങി. പിന്നെന്ത് വാ. കുട്ടികൾ സ്കൂളിൽ പോകുന്നു. മീൻകുട്ടികൾ അതിൽ ചവിട്ടണ്ട കേട്ടോ, പായൽ കാണാം. വെള്ളം കിടക്കണ പടത്തില്ലേ? നല്ല വലിപ്പമില്ലേ? ചവിട്ടല്ലേ? അത് നമ്മൾ കാലിടുമ്പോ പോകും. ഇപ്പൊ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ടിങ്ങ് വരും. കീടിലെങ്കത്ത അടിപൊളി. അയ്യോ, അപ്പൊ ഇനി ശ്രീവല്ലഭനെ കയറി ഒന്ന് തൊഴുതിട്ട് വരാം. അപ്പാ ഇനി നമ്മൾ താമസിക്കും. അയ്യപ്പോ, എന്റെ പൊന്നോ. കുഞ്ഞു മീനുകളാ. ഓ, അടാറ് സീൻ കേട്ടോ, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സന്നിധി കദളിപ്പഴ വഴിപാടോ? കഥകളി. ആ, എന്നത്തേക്കാ? പൂജ കടച്ചേക്ക്. പുറത്തോട്ടൊരു വലം വെച്ച് വരാം.
നല്ല കൊട്ട വെയിലാണ്, അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. കൊടയോ അതെന്താ അങ്ങനെ തട്ടിപ്പോലും നടക്കാൻ ശരി, അത് പിന്നെ മടക്കാം, കുഴപ്പമില്ല. പുള്ളുവൻ പാട്ട് പാടുകയാണ്. പുള്ളുവൻ നാഗരെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടുന്ന പുള്ളുവൻ പാട്ട്. എവിടെ വെച്ചിട്ട്? ആ ഹാ 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 ഏത്? ആ ഇവിടെയാണ് സദ്യാലയം അല്ലേ? ഓ ഓ ഓ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാം. നമ്മൾ ഇപ്പം കണ്ടത് പുള്ളുവൻ പാട്ട്, അതായത് നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് പുള്ളുവൻ പാട്ട്. നമ്മുടെ ആന മതപ്പാടിലാണ്. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. കുറച്ച് പ്രശ്നത്തിലാണ്. വെള്ളം കണ്ടില്ലേ? ഞാൻ കുറച്ച് ദൂരോട്ട് മാറി നിന്ന് അത് കാണിച്ചു തരാം. കാരണം ഇവിടെ നിന്നാൽ കുറച്ച് ഡേഞ്ചറസാണ്. അവനെ ഈ മടലൊക്കെ വലിച്ചെറിയും. അത് എറിയുന്നതിൻ്റെ ആയം കൊണ്ടത് ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ വരുമെന്നാണ് പറയാറ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ എത്തിയിട്ടുണ്ട്. അതായത് പടിഞ്ഞാറേ പറയുന്ന ഫ്രണ്ട് വരെ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ദൂരമായിരിക്കും. എൻ്റെ അമ്മോ, കണ്ടിട്ട് തന്നെ പേടി വരുന്നു. നമുക്ക് കുറച്ച് മാറി നിന്നേക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പം കുഴപ്പം ചെയ്യും. വല്ലതും വലിച്ചെറിഞ്ഞ് വന്നാലേ പണിയാവും. ആ ഇനി ഒന്ന് വീഴും. അവിടെ നിന്ന് എറിയുന്നല്ലേ? ഏതാ ആണല്ലേ? ഇനിയിപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ നമ്മുടെ കൊടിമരം അത് ഇടിമിന്നൽ ഏറ്റു. കൊടിമരത്തിൽ ഒന്നും സംഭവിച്ചില്ല, പക്ഷേ കൊടിമരത്തിൻ്റെ പിന്നെ അടിവശത്തെ കല്ലൊക്കെ ഇളകിപ്പോയെന്നാണ് പറഞ്ഞത്. കല്ലൊക്കെ തെറിച്ച് ഇളകിപ്പോയി. അതായത് നല്ല തിക്നെസ്സിൽ കട്ടിയിലിരുന്ന കല്ലൊക്കെ ഇളകി തെറിച്ച് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ കൊടിമരം, നേരത്തേത് സിമൻറ്റിൽ പറയിറക്കിയതായിരുന്നു. അപ്പോൾ അതിപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ എണ്ണത്തോണിലിട്ടിരിക്കുകയാണ്. തടിയിൽ, തേക്കിൻ്റെ തടിയിൽ പിന്നെ കൊടിമരം ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. കണ്ടോ, കൊടിമരം എണ്ണത്തോണിയിലിട്ടിരിക്കുക. അതൊരു ചടങ്ങാണ്. നമുക്ക് ഇപ്പം കുറേ വിശിഷ്ടങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്.
കണ്ടില്ലേ? അതിനകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് നോക്കട്ടെ. ഒരില്ലോ വെളിയിൽ കൂടെ ഒന്ന് തൊഴാം. ഇതാണ് ഇതൊന്ന് ഇടിമിന്നലേക്ക് പോയ വള്ളം. ഇടിമിന്നലേറ്റ് പോയതിന് ശേഷം എണ്ണത്തോണിലിട്ടിരിക്കുക. പുതിയ അതെ അതെ, പുതിയ കുടിമരത്തിന് എണ്ണത്തോണിലിട്ടിരിക്കുക. പണ്ടത്തെ ഇത് കോൺക്രീറ്റ് ആയിരുന്നു. നല്ല കല്ലായിരുന്നു, നല്ല ഇളകിപ്പോയതാണ്. അല്ലല്ല, കോൺക്രീറ്റ് ആയിരുന്നു ഇത്. അതിൽ കോൺക്രീറ്റിൽ പറയിറക്കിയിരിക്കുകയായിരുന്നു. ഇതേതാ? ചക്രോത്തുമന അല്ലേ? നമോ നാരായണായ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഭഗവാന്റെ സ്വർണധ്വജത്തിനായുള്ള ധ്വജവൃക്ഷം വിധിയാമണ്ണം ചെത്തിയൊരുക്കി സ്തംഭ സമ്പ്രദായത്തിൽ പരിവർത്തനം ചെയ്ത എള്ളെണ്ണയും പച്ചമരുന്നുകളും ചേർത്ത് കാച്ചിക്കുറുക്കിയ വിശിഷ്ട ഇവിടെ എന്തോ മധു പ്രതിഷ്ഠ? ഗുരുവപ്പസ്വാമി. ഗുരുവപ്പസ്വാമി. ഞങ്ങളങ്ങനെ ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് വന്നിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീ 4 മണി ചായക്ക് ഇരിക്കുക. കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇവിടുത്തെ ഒരു ചേട്ടൻ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട്, അതായത് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയ സമയത്ത് സദ്യക്കകത്തുനിന്ന് നട്ട് കിട്ടിയെന്ന്. ഞങ്ങളിപ്പോൾ ആ കോമഡിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, നട്ട് കാണിച്ചു തന്നു കേട്ടാ. ആശാൻ പക്ഷെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വരത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. അയ്യോ, എന്തായാലും കോമഡി തന്നെ. അയ്യോ, റോട്ടറി ക്ലബിന്റെ ഒരു സദ്യക്കിടയ്ക്ക് ഒരു നട്ട് കിട്ടിയെന്ന്. സദ്യക്കകത്തുനിന്ന് ഇത് പച്ചടിക്കകത്തുനിന്ന് ഒരു നട്ട് കിട്ടിയെന്ന്. ദൈവമേ, അയ്യോ അതിന്റെ നട്ടെന്ന് കാണിക്കും. പച്ചടിയിൽ നിന്ന് കിട്ടിയ നട്ട്. അയ്യോ, സ്വന്തമാക്കി വെച്ചിരിക്കല്ലേ. ഞങ്ങളങ്ങനെ ചായ കൂടി കഴിഞ്ഞ് നേരെ ആറാട്ടുപുഴ കൂടാൻ പോവാം. ആറാട്ടുപുഴ ചെന്നിട്ട് വൈകിട്ടൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് പോകണം. ഓക്കെ. എന്തോ എന്റെ കുട്ടന്റെ പരിപാടി ഒന്നും ശരിയായില്ലേ? ഒന്നും പൂർത്തിയായിട്ടില്ല. അയ്യോ, എല്ലാം ഇതുപോലെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇവനെന്തോ പ്ലാൻ എന്ത് വരുന്നു ഉണ്ടാക്കാൻ? എന്തെങ്കിലുമൊക്കെ മോട്ടറും പരിപാടിയൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിടാം. കഴിക്കോ. അതാണ് അവന്റെ പുസ്തകം. അവന് ബാറ്ററി കിട്ടാത്തോണ്ടായിരിക്കും അത് പൂർത്തിയാകാൻ. അത് പിള്ളേർ തമ്മിൽ അങ്ങനെ ഉടക്കുമല്ലോ, സ്വാഭാവികം. അതോടുകൂടി മൊത്തം കൊട്ടും വെട്ടി രണ്ടുപേരും തമ്മിൽ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ വീട്ടില്ലേ തമ്മിൽ കാണാതിരുന്ന. അയ്യോ, കൊള്ളാം. നമുക്ക് ഇറങ്ങാം. എന്തിനു പോസ്റ്റ് ഓഫീസിൽ പോണേ? എന്താ നീ ഇപ്പഴേ ഒരുങ്ങി നിൽക്കുന്നത്? എന്തിന്? എടി, അമ്പലത്തിൽ പോകുന്ന ഇപ്പഴേ നീ ഒരുങ്ങി നിൽക്കുന്നത് എന്തിന്? ഒരു 6 മണിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകത്തുള്ളൂ. ഇതെന്താ ഈ പേപ്പറിനകത്ത്? പോസ്റ്റ് ഓഫീസ്. ഓ, പോസ്റ്റ് ഓഫീസിലെ നമ്പറുകളാണോ അതെല്ലാം? എനിക്ക് വയ്യ. അപ്പൊ നീ ഇപ്പൊ എന്ത് പോസ്റ്റ് മാസ്റ്റിയാണോ? എന്തിന്?
കളിയാണോ? ആരോടാ പോണേ? നിങ്ങൾ രണ്ടുപേരും കൂടാ പോ? എനിക്ക് വയ്യ. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടോ. എന്താ നിങ്ങൾ വരുന്നോ ഇപ്പൊ ഞങ്ങളുടെ കൂടെ? ഒരുപാട് ദൂരമുണ്ട്. ഓ ശരി ശരി ശരി, ദൂരത്ത് പോയിട്ട് വാ. ഇന്ന് വരുന്നില്ല, കാര്യം ഓ മനസ്സിലായി. മനസ്സിലായി. പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് വരുന്നില്ല. കുട്ടനുമായിട്ട് വഴക്കുണ്ടാക്കല്ലേ. എങ്കിൽ വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരല്ലേ. അയ്യോ, മരത്തിന്റെ മൂട്ടിലാണ് പോസ്റ്റ് ഓഫീസ്. ഇതാണ്ട പോകുന്നത്. 5 മണിയായി പോവാ. അമ്മ കയറും.